നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടിയാടാണിത്. ചെറിയ കോട്ടിയാടാണ് കേട്ടോ. ഇതിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാളിൽ ചെയ്തിട്ടുള്ളത് മൊറോക്കൻ ടൈല് ചെയ്തിട്ടുണ്ട്. പ്രൂഫിങ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ലൈറ്റ് വരുന്ന വിധത്തിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എം എസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ഫോയർ സ്പേസ് പോലെ ഇവിടെ പോകുന്നുണ്ട്. ആ ഒരു സൈഡിലായിട്ടാണ് ആ ഒരു കോട്ടിയാട് വരുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട്, അതായത് ഈ വീടിന്റെ ലിവിങ് സ്പേസ് ആണ് വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. എന്നാൽ ഭയങ്കര സിമ്പിളാണ്. കാരണം ഗ്രീൻ കളറാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ ഗ്രേ കളർ, കേർട്ടനൊക്കെ ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കോട്ടിയാട് സ്പേസിലേക്കുള്ള ഒരു എൻട്രി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡൈനിങ് ഏരിയയും അതേപോലെ തന്നെ ഇതും കൂടി പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് MS ആണ് മെറ്റീരിയൽ വരുന്നത്. ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഭാഗത്തായിട്ടാണ് പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. കാരണം അതിൻ്റെ ആ ടൈലൊക്കെ മൊറോക്കൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൂടുതലായിട്ട് ഹൈറ്റ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റൊക്കെ ഡയറക്റ്റ് വരും. ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് നല്ല പ്ലാൻ ചെയ്തിട്ടാണ്. ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രമല്ല ഈ വീട് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.